ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പടി കൂടി കടന്ന് കേന്ദ്ര സർക്കാർ. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതോടെ വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനം 2014 മുതൽ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. അടിക്കടി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് രാജ്യപുരോഗതിക്ക് വിഘാതമാകുമെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് ചുമതലപ്പെടുത്തിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും തുടർന്ന് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനും നിർദ്ദേശിച്ചുകൊണ്ടാണ് രാംനാഥ് കോവിന്ദ് സമിതി കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന് തീരുമാനം നടപ്പാക്കുന്നതിന് ഘടകകക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് ജനതാദൾ യു ദേശീയ വർക്കിംഗ് പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് ഝായും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ വിഷയം സംബന്ധിച്ച് NDAയിലെ വെല്ലുവിളി ഒഴിഞ്ഞതോടെയാണ് മന്ത്രിസഭയുടെ അംഗീകാരം വന്നിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കണമെങ്കിൽ കുറഞ്ഞത് 5 ഭരണഘടനാ ഭേദഗതികളെങ്കിലും വരുത്തേണ്ടി വരുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം ചൂണ്ടിക്കാട്ടിയത്. ഈ ഭരണഘടനാ ഭേദഗതികൾക്ക് ആവശ്യമായ അംഗബലം ലോക്സഭയിലോ നിയമസഭകളിലോ രാജ്യസഭയിലോ നരേന്ദ്രമോദിക്ക് ഇല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചാക്കുന്നതിനായിട്ടാണ് ഈ ഒരു തീരുമാനം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾക്കിടെയാണ് കേന്ദ്ര മന്ത്രിസഭ രാംനാഥ് കോവിന്ദ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ഈ വർഷം മാർച്ച് 15-നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പൊതു വോട്ടർ പട്ടികയും വോട്ടർ ID കാർഡുകളും തയ്യാറാക്കാനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. 18 ഭരണഘടനാ ഭേദഗതികളും സമിതി ശുപാർശ ചെയ്യുന്നു. അവയിൽ മിക്കതിനും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ല എന്നതാണ് പ്രധാനം. എന്നാൽ പാർലമെന്റ് പാസാക്കേണ്ട ചില ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഇത് നടപ്പിലാക്കാൻ ആവശ്യമാണ്. ഇപ്പോൾ വ്യാപകമായി തന്നെ ദേശീയ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇത് നടപ്പിലാക്കണമെങ്കിൽ മറ്റ് ചില ഭരണഘടനാ ഭേദഗതികൾ വരുത്തി വർഷങ്ങൾ പിടിക്കും എന്നുള്ള സൂചനയുമുണ്ട്. ഉടൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളുടെ കൂട്ടം ഈ ഒരു പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കാൻ സാധിക്കില്ല. ഒരു രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പായി കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്.